പ്രാണപ്രതിഷ്ഠ ആഘോഷങ്ങൾ ഡൽഹിയിലും തുടങ്ങി. കനത്ത സുരക്ഷയിലാണ് രാജ്യ തലസ്ഥാനം. കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന് അർജുൻ പീതാംബരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഇന്ന് ഉച്ചയ്ക്ക് 12:20 തന്നെ നടക്കും. പക്ഷേ ഡൽഹിയിലും ആഘോഷങ്ങൾ ഒട്ടും തന്നെ കുറവില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊണോട്ട് പ്ലേസിലെ രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും വലിയ കമ്പോളങ്ങളിൽ കച്ചവട കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള കൊണോട്ട് പ്ലേസിലാണ്. ഇവിടെ ക്ഷേത്രങ്ങളുടെ ഒരു പരിസരം, ഒന്നിലധികം ക്ഷേത്രങ്ങൾ ഒരുമിച്ചുള്ള ഒരു പരിസരമാണ്. ഹനുമാൻ ക്ഷേത്രം, ശിവക്ഷേത്രം, അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രം, ഈ 3 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഈ ഹനുമാൻ ഗഡി തന്നെയാണ്, ഹനുമാൻ ക്ഷേത്രം തന്നെയാണ്. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെയും ഡൽഹിയിലും ഈ ഹനുമാൻ ക്ഷേത്രത്തിലും ഒരുപാട് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഒരു ബാനറിൽ അവർ കെട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെ പൂജകളാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് എന്ന്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹവൻ പൂജയുണ്ട്, 4 മണിക്ക് ദീപോത്സവവും, അതുപോലെ തന്നെ 5 മണിക്ക് സുന്ദരകാന്ഡ വായനയും, രാമായണത്തിൻ്റെ സുന്ദരകാന്ഡം എന്ന ഭാഗത്തിൻ്റെ വായനയും എല്ലാം തന്നെ ഇവിടെ ഉണ്ടാകും. ഇന്ന് രാവിലെ 4 മണി മുതൽ തന്നെ വലിയ രീതിയിൽ ഭക്തജന പ്രവാഹം ഈ ക്ഷേത്രത്തിലേക്കുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു തിരക്ക് തന്നെയാണ് ഇന്ന് നിലവിൽ ഈ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് ഉള്ളത്. അയോധ്യ പോലെ തന്നെ, അയോധ്യ രാമക്ഷേത്രം പോലെ തന്നെ ഈ ഒരു ഹനുമാൻ ക്ഷേത്രവും, ഡൽഹിയിലെ ഈ ഹനുമാൻ ക്ഷേത്രവും ഒരുക്കിയെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നഗരത്തിൻ്റെ നടുക്കാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ഉള്ള വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. आज प्राण प्रतिष्ठा होने वाला है, कैसे है तैयार? सर बहुत अच्छी तैयारी है, अभी सब जोश में है सर. सुबह सुबह मॉर्निंग में हम आ गए थे, मॉर्निंग हम 4:30 निकले हैं, 5:30 यहाँ पहुँचे हैं. बहुत अच्छा माहौल है भक्ति का. यहाँ पे हमने अभी पूजा भी की है और आगे चल के भी हम अच्छे से एकदम तैयारियां कर रहे हैं. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം മാത്രമല്ല, ഡൽഹിയിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും ഇത്തരത്തിൽ തന്നെ ഒരുക്കിയെടുത്തിട്ടുണ്ട്. അതായത് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് വിവിധ ക്ഷേത്രങ്ങളിൽ, ഡൽഹിയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ വിവിധ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. ഭണ്ഡാര, അതായത് വലിയ രീതിയിൽ ഒരുപാട് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അന്നദാനം എല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അധികൃതർ. അതുപോലെ ഇന്നത്തെ ദിവസം രാജ്യം മൊത്തം, അതിൽ ഡൽഹി പ്രത്യേകിച്ചും വലിയ ഒരു ആഘോഷത്തിലേക്ക് കടക്കുന്നത്. സുരക്ഷ, കർശനമായിട്ടുള്ള സുരക്ഷയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം തന്നെ. ഇവിടെ പോലും കാണാം ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡൽഹിയുടെ പല പ്രദേശത്തും ബാരിക്കേഡുകൾ വെച്ച് കെട്ടിയിട്ടുണ്ട്. കർശനമായിട്ടുള്ള സുരക്ഷ തന്നെയാണ്. ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലും വലിയ രീതിയിൽ പരിശോധനയ്ക്ക് ശേഷം തന്നെയാണ് ആളുകളെ പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജിഷ്ണു ബാലകൃഷ്ണനോടൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.